ഹലോ, എല്ലാവർക്കും പ്രേമാവിസ്ത അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇന്ന് നടന്ന ഡ്രൈവർ കം OA എന്ന് പറയുന്ന PSC നടത്തിയ എക്സാമാണ്. അപ്പോൾ അതിലെ 50 GK ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതൊരു LGS നിലവാരമുള്ള ചോദ്യങ്ങളാണ്. LD നിലവാരമുള്ള സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ LGS നിലവാരത്തിലുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് നേരെ ചോദ്യത്തിലേക്കും ഉത്തരത്തിലേക്കും കിടക്കാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ആധുനിക കാലഘട്ടത്തിൽ കേരളത്തിൽ പ്രവർത്തിച്ചിരുന്ന മിഷണറി സംഘങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ആണ് 1ഉം 3ഉം ആണ് ശരിയായ ഉത്തരം. അതായത് ലണ്ടൻ മിഷൻ സൊസൈറ്റിയും ബാസിൽ ഇവാഞ്ചലിക്കൽ മിഷൻ BMS ആണ് ഉത്തരമായി വരുന്നത്. രണ്ടാമത്തെ ചോദ്യം, കേരളത്തിലെ നവോത്ഥാന നായകരും അവർ സ്ഥാപിച്ച പ്രസ്ഥാനങ്ങളും സംബന്ധിച്ച് ശരിയായ ജോഡി കണ്ടെത്തുക. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1 D ആണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി കേരള മുസ്ലിം ഐക്യ സംഘമാണ്. അയ്യങ്കാളി സൗജന്യ പരിപാലന സംഘമാണ്. വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജമാണ്. ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മപരിപാലന സംഘം SNDP ആണ്. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ചോദ്യമാണ്, 1940 ജൂലൈ 31 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധം. എന്താണ് ഇതിൻ്റെ ഉത്തരം? ഓപ്ഷൻ സി ആണ്. ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കി. 1940 ജൂലൈ 31 ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയത്. ഭഗത് സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയത് എപ്പോഴാണ്? 1931 മാർച്ചിലാണ്. ഓക്കെ, ഉദ്ധം സിംഗിനെ 1940 ഭഗത് സിംഗിനെ 1931 മാർച്ചിലുമാണ്. ഓക്കെ, ഇനി നാലാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്ന മേഖല ഏതാണ്? ഓപ്ഷൻ ബി ആണ്. തൃതീയ മേഖല അഥവാ ടെർഷറി മേഖല എന്ന് പറയുന്ന തൃതീയ മേഖലയാണ് ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്നത്. അഞ്ചാമത്തെ ചോദ്യം, 2011-12 സാമ്പത്തിക സർവേ പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും കുറവ് ദാരിദ്ര്യം ഉള്ള സംസ്ഥാനം ഏത്? ഓപ്ഷൻ ഡി ആണ്. ഹിമാചൽ പ്രദേശാണ് ശരിയായ ഉത്തരം. ആറാമത്തെ ചോദ്യം, പഞ്ചവത്സര പദ്ധതി ലക്ഷ്യങ്ങളിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 1 B 2 C 3 D 4 A എന്നുള്ളതാണ്. അപ്പോൾ 1-ാം പഞ്ചവത്സര പദ്ധതി കാർഷിക പദ്ധതിയാണ്. 2-ാം പഞ്ചവത്സര പദ്ധതി വ്യാവസായിക പദ്ധതിയാണ്. 3-ാം പഞ്ചവത്സര പദ്ധതി ഭക്ഷ്യ സ്വയം പര്യാപ്തതയാണ്. 4-ാം പഞ്ചവത്സര പദ്ധതി സ്വാശ്രയത്വമാണ്. ഓക്കെ, അടുത്ത 7ാമത്തെ ചോദ്യമാണ്, മാനവ വികസന സൂചികയുമായി ബന്ധപ്പെട്ട് ശരിയായ വിവരങ്ങൾ കണ്ടെത്തുക. ശരിയായ വിവരങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. 1ഉം 3ഉമാണ്. അപ്പം UNDP ആണ് തയ്യാറാക്കുന്നത്. പിന്നെ ആയുർദൈർഘ്യം ഇതിൽ കണക്കാക്കുന്നതിൽ ഉൾപ്പെടും. ഓക്കെ, മാനവ വികസന സൂചികയിൽ ആയുർദൈർഘ്യം ഉൾപ്പെടും. ഇനി 8ാമത്തെ ചോദ്യം, കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വനിതാ താരം. ഓപ്ഷൻ സി ആണ്. മിന്നുമണിയാണ്. കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വനിതാ താരമാണ് മിന്നുമണി. ഇനി 9ാമത്തെ ചോദ്യമാണ്, ബ്രിട്ടീഷ് ഭരണകാലത്ത് വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ നികുതി വ്യവസ്ഥ. വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലാണ് ഏതാണ് ഉത്തരവായിട്ട് വരുന്നത്? ഓപ്ഷൻ സി ആണ്. മഹൽവാരിയാണ്. 10ാമത്തെ ചോദ്യം, ബ്രിട്ടീഷ് ഭരണത്തിൽ കൂടുതൽ വില ലഭിക്കുന്ന കാർഷിക വിളകളുടെ അത് കൂടുതലായി കൃഷി ചെയ്തിരുന്ന ഇന്ത്യൻ പ്രദേശങ്ങളും കണ്ടെത്തുക. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1 C 2 D 3 B 4 A എന്നുള്ളതാണ്. അതായത് കരിമ്പ് ഉത്തർപ്രദേശാണ്. തേയില ആസാമാണ്. ചണം ബംഗാളാണ്. ഗോതമ്പ് പഞ്ചാബാണ്. 11ാമത്തെ ചോദ്യം, നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള വിഭവങ്ങളുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തിന് നിറവേറ്റാൻ ഇല്ലതാൻ. ആരുടെ വാക്കുകളാണിത്? ഓപ്ഷൻ ഡി ആണ്. മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ്. 12ാമത്തെ ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയ ദിവസം. ഓപ്ഷൻ സി ആണ്. നവംബർ 26 ആണ്. 13ാമത്തെ ചോദ്യം, വൈകുണ്ഠസ്വാമിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ കണ്ടെത്തുക. വൈകുണ്ഠസ്വാമിയുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉമാണ്. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണമെന്ന് വിശേഷിപ്പിച്ചു. പിന്നെ വേല ചെയ്താൽ കൂലി കിട്ടണമെന്ന നിലപാടും വൈകുണ്ഠസ്വാമികളുടെയാണ്. അപ്പോൾ ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്നാണ് വിളിച്ചത്. ഇനി നമ്മുടെ തിരുവിതാംകൂറിലെ ഭരണത്തെ കരിനീജ ഭരണം എന്നാണ് വിശേഷിപ്പിച്ചത്. പിന്നെ വേല ചെയ്താൽ കൂലി കിട്ടണമെന്ന നിലപാടും വൈകുണ്ഠസ്വാമിയുടെയാണ്. 14ാമത്തെ ചോദ്യം, ശ്രീനാരായണ ഗുരു അവസാനം നടത്തിയ പ്രതിഷ്ഠ എവിടെയാണ്? ഓപ്ഷൻ ഡി ആണ്. കളവൻകോടാണ് ശരിയായ ഉത്തരം. ശ്രീനാരായണ ഗുരു അവസാനം നടത്തിയ പ്രതിഷ്ഠയാണ് കളവൻകോട്. 15ാമത്തെ ചോദ്യം,
പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. 1, 3 എന്നുള്ളതാണ്. അതായത് ശ്രീ കുമാരഗുരുദേവനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെ കാലത്ത് യുദ്ധവിരുദ്ധ ജാഥ നടത്തി എന്നുള്ളത് ശരിയാണ്. അതുപോലെ തന്നെ പാട്ടുകളിലൂടെ തൻ്റെ ആശ്രയം പ്രചരിപ്പിച്ചത് എന്നുള്ളത് ശരിയാണ്. ഓക്കെ, അടുത്ത 16ാമത്തെ ചോദ്യമാണ്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നേതൃത്വം വഹിച്ചത് ആര്? ഓപ്ഷൻ ഡി ആണ് സർദാർ വല്ലഭായ് പട്ടേലാണ്. 17ാമത്തെ ചോദ്യം. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ ഏത് രാജ്യത്തു നിന്നാണ് പഞ്ചവത്സര പദ്ധതി എന്ന ആശയം സ്വീകരിച്ചത്? ഓപ്ഷൻ ഡി ആണ് സോവിയറ്റ് യൂണിയൻ അഥവാ USSR ആണ്. 18ാമത്തെ ചോദ്യം. ഓപ്പറേഷൻ ഫ്ലഡ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി ആണ് ധവള വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്പറേഷൻ ഫ്ലഡ്. 19ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മൗലികാവകാശം അല്ലാത്തത് ഏത്? മൗലികാവകാശം അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് സ്വത്തവകാശമാണ്. 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ എടുത്തു നീക്കിയ സ്വത്തവകാശമാണ് മൗലികാവകാശത്തിൽ ഇപ്പം ഉൾപ്പെടാത്തത്. 20ാമത്തെ ചോദ്യം. 2002 86ാം ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ മൗലിക കർത്തവ്യം ഏതാണ്? ഓപ്ഷൻ സി ആണ് 1 മാത്രം എന്നുള്ളതാണ്. അതായത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാലയത്തിൽ അയക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണെന്ന് പറയുന്നതാണ് 86ാം ഭേദഗതിയിൽ ഉൾപ്പെടുത്തിയ കടമ. ഓക്കെ, 21ാമത്തെ ചോദ്യം. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? ഓപ്ഷൻ സി ആണ് ഡോക്ടർ BR അംബേദ്കർ ആണ്. 22ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമാണ്? ഓപ്ഷൻ എ ആണ് പാർലമെൻറ്റിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. 23ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ആരാണ്? ഓപ്ഷൻ ബി ആണ് ഭരണഘടനാ നിർമ്മാണ സഭയാണ്. ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ഭരണഘടനാ നിർമ്മാണ സഭയാണ്. 24ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത്? ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് 4 മാത്രം എന്നുള്ളതാണ്. വോട്ടർ പട്ടിക തയ്യാറാക്കുക മാത്രമാണ് ചുവടെ തന്നിരിക്കുന്നതിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ ഡ്യൂട്ടി ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി 25ാമത്തെ ചോദ്യം. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ് സംസ്ഥാന പുനർസംഘടനാ കമ്മീഷൻ. 26ാമത്തെ ചോദ്യം. ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന ഒരു പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ ഏത്? ഓപ്ഷൻ എ ആണ് ഉത്തരായൻ രേഖയാണ് ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന പ്രധാന അക്ഷാംശ രേഖ. 27ാമത്തെ ചോദ്യം. സിംഹവാലൻ കുരങ്ങുകൾ പേരുകേട്ട ദേശീയ ഉദ്യാനം ഏത്? ഓപ്ഷൻ എ ആണ് സൈലൻറ്റ് വാലിയാണ്. സൈലൻറ്റ് വാലിയിലാണ് സിംഹവാലൻ കുരങ്ങുകൾക്ക് പേരുകേട്ട സ്ഥലം. 28ാമത്തെ ചോദ്യം. ആതിരപ്പള്ളി വെള്ളച്ചാട്ടം ഏത് ജലാശയത്തിൽ സ്ഥിതി ചെയ്യുന്നു? ആതിരപ്പള്ളി എവിടെയാണ്? 28ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ചാലക്കുടി പുഴയാണ്. 29ാമത്തെ ചോദ്യം. കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? രണ്ടാമത്തെ വലിയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ശബരിഗിരിയാണ്. ഒന്നാമത്തെ വലുത് ഇടുക്കിയാണ്, രണ്ടാമത്തത് ശബരിഗിരിയാണ്. ഇനി ആദ്യത്തെ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? പള്ളിവാസലാണ്. ഓക്കെ, കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ചോദിച്ചു കഴിഞ്ഞാൽ പള്ളിവാസലാണ്. ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ചോദിച്ചു കഴിഞ്ഞാൽ ഇടുക്കിയാണ്. രണ്ടാമത്തെ ചോദിച്ചു കഴിഞ്ഞാൽ ശബരിഗിരിയാണ്. ഓക്കെ, ഇനി 30ാമത്തെ ചോദ്യം. ഏത് രാജ്യമാണ് ഇന്ത്യയുമായി ഏറ്റവും അധികം കരാതിർത്തി പങ്കിടുന്നത്? ഏത് രാജ്യമാണ്? ഓപ്ഷൻ ഡി ആണ് ബംഗ്ലാദേശാണ്. 31ാമത്തെ ചോദ്യം. ഉത്തരമഹാസമുദ്രത്തിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനമേത്? ഓപ്ഷൻ ബി ആണ് എക്കൽ മണ്ണാണ്. 32ാമത്തെ ചോദ്യം. പശ്ചിമഘട്ടത്തിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? പശ്ചിമഘട്ടത്തിൽ ഏറ്റവും ഉയരം കൂടിയത് ഓപ്ഷൻ ഡി ആണ് ആനമുടിയാണ്. 33ാമത്തെ ചോദ്യം. ഇന്ത്യയും ശ്രീലങ്കയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കടലിടുക്ക് ഏത്? ഓപ്ഷൻ എ ആണ് പാക്ക് കടലിടുക്കാണ്. 34ാമത്തെ ചോദ്യം. ഹിമാലയ നദി അല്ലാത്തത് ഏത്? ഹിമാലയ നദികൾ അല്ലാത്തത് ഓപ്ഷൻ എ ആണ് കൃഷ്ണയാണ്. അപ്പോൾ ഹിമാലയ നദികൾ യമുന, രവി, അളകനന്ദ എല്ലാം ഹിമാലയ നദികളിൽ ഉൾപ്പെടുന്നതാണ്. 35ാമത്തെ ചോദ്യം. കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് വളപട്ടണമാണ്. കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്താണ് വളപട്ടണം. ഇത് 36ാമത്തെ ചോദ്യമാണ്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ്? നെഹ്റു ട്രോഫി എവിടെയാണ്? ഓപ്ഷൻ എ ആണ് പുന്നമടക്കായലിലാണ്. ഇനി പ്രസിഡൻഷ്യൽ ട്രോഫി വള്ളംകളി ഏത് കായലിലെന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഉത്തരം ഏതാളത്?
അത് അഷ്ടമുടി കായലാണ്. ഓക്കെ, നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമട കായലും ഇനി പ്രസിഡൻഷ്യൽ ട്രോഫി വള്ളംകളി നടക്കുന്നത് അഷ്ടമുടി കായലിലുമാണ്. ഓക്കെ, 37ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏത് ജില്ലയാണ് സമുദ്രവുമായോ മറ്റ് സംസ്ഥാനങ്ങളുമായോ അതിർത്തി പങ്കിടാത്തത്? ഓപ്ഷൻ എ ആണ്, കോട്ടയമാണ്. ഇനി 38ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഓപ്ഷൻ ബി ആണ്, ജോൺ ജോസഫ് മർഫിയാണ്. 39ാമത്തെ ചോദ്യം, ഏത് ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി ആണ്, കൊല്ലമാണ്. ശാസ്താംകോട്ട തടാകമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. അത് സ്ഥിതി ചെയ്യുന്നത് കൊല്ലത്താണ്. 40ാമത്തെ ചോദ്യം, കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത ഏതാണ്? ഓപ്ഷൻ ബി ആണ്, NW3 ആണ്. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാതയാണ് NW3. 41ാമത്തെ ചോദ്യം, ഇതിൽ സാംക്രമിക രോഗം അല്ലാത്തത് ഏത്? തന്നിരിക്കുന്നതിൽ സാംക്രമിക രോഗം അല്ലാത്തത് ഓപ്ഷൻ ഡി ആണ്, ഓപ്ഷൻ ബി ആണ്, ക്യാൻസറാണ്. 42ാമത്തെ ചോദ്യം, ECGയുടെ പൂർണ്ണരൂപം എന്താണ്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, ഇലക്ട്രോ കാർഡിയോഗ്രാം ആണ്. ഇത് തെറ്റിക്കരുത്. ECG എന്നതിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ കാർഡിയോഗ്രാം ആണ്, ഗ്രാഫല്ല, ഇലക്ട്രോ കാർഡിയോഗ്രാം ആണ്. 43ാമത്തെ ചോദ്യം, പോഷണ പ്രക്രിയയിലെ വിവിധ ഘട്ടങ്ങളിലൂടെ ശരിയായ ഫ്ലോ ചാർട്ട് കണ്ടെത്തുക. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ആഹാര സ്വീകരണം, ദഹനം, ആഗിരണം, സ്വാംശീകരണം എന്നുള്ള ക്രമമാണ്. 44ാമത്തെ ചോദ്യം, കൂടുതൽ ശരിയായത് തിരഞ്ഞെടുക്കുക എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ്, പാങ്ക്രിയാസ് ഒരു ദഹന ഗ്രന്ഥിയും അന്തസ്രാവ ഗ്രന്ഥിയും ആണ് എന്നുള്ളതാണ് ശരിയായ സ്റ്റേറ്റ്മെൻറ്റ്. പാങ്ക്രിയാസ് ഒരു അന്തസ്രാവ ഗ്രന്ഥി തന്നെയാണ്. ഇത് ഓപ്ഷൻ ബിയും ശരിയാവാനുള്ളതാണ്. പക്ഷേ ഇതിൽ ചോദ്യം ശ്രദ്ധിക്കുക, കൂടുതൽ ശരിയായത് തിരഞ്ഞെടുക്കുക എന്നാണ്. ഓപ്ഷൻ സി ആണ് അപ്പോൾ ഉത്തരമായി വരുന്നത്. ഇനി 45ാമത്തെ ചോദ്യം, ഏത് ചെടിയുടെ കറയിൽ നിന്നാണ് ഓപ്പിയം വേർതിരിച്ചെടുക്കുന്നത്? ഓപ്പിയം ഏത് ചെടിയുടെ കറയിൽ നിന്നാണ്? ഓപ്ഷൻ സി ആണ്, പോപ്പി ചെടിയിൽ നിന്നാണ്. പോപ്പി ചെടിയിൽ നിന്നാണ് ഓപ്പിയം വേർതിരിച്ച് എടുക്കുന്നത്. 46ാമത്തെ ചോദ്യം, പുകവലിയിലൂടെ ഉണ്ടാകുന്ന ഒരു രോഗം തന്നിരിക്കുന്നതിൽ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, എംഫീസിമയാണ്. ഓക്കെ, എംഫീസിമ പുകവലിയിലൂടെയാണ് ഉണ്ടാകുന്നത്. 47ാമത്തെ ചോദ്യം, ശരിയായ ജോഡി ഏത്? ശരിയായ ജോഡി എന്ന് ചോദിക്കുന്നത് ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. 1, 3, 2, 1, 3, 2, 4, 5 എന്നുള്ളതാണ്. അതായത് ജീവകം എ നിശാന്തത, ജീവകം ബി ബെർബറി, ജീവകം സി സ്കർവി, ജീവകം ഡി റിക്കറ്റ്സ് എന്നുള്ള ക്രമമാണ്. ഓക്കെ, കട്ട പിടിക്കാൻ ഏതാണ്? കട്ട പിടിക്കാൻ കെ ആണ്. ഓക്കെ, ഇനി 48ാമത്തെ ചോദ്യം, ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനം ഒരുക്കുന്ന രക്തകോശങ്ങൾ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ശ്വേതരക്താണുക്കളാണ്. അപ്പോൾ ശ്വേതരക്താണുക്കളാണ് ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനം നിലനിർത്തുന്ന രക്തകോശങ്ങൾ, ശ്വേതരക്താണുക്കളാണ്. ഓക്കെ, ഇനി 49ാമത്തെ ചോദ്യം, ജലത്തിലൂടെ പകരുന്ന ഒരു രോഗമാണ്. ജലത്തിലൂടെ പകരുന്ന രോഗം ഏതാണ്? തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ എ ആണ്, കോളറയാണ്. കോളറ ജലത്തിലൂടെയാണ് പകരുന്നത്. 50ാമത്തെ ചോദ്യം, പല്ലിൻ്റെ ഇനാമൽ നാശമുണ്ടാക്കുന്ന ഏത് ആസിഡാണ് ബാക്ടീരിയ വായിൽ നിർമ്മിക്കുന്നത്? ഏതാണ് ഇതിൻ്റെ ഉത്തരം? ഓപ്ഷൻ സി ആണ്, ലാക്റ്റിക് ആസിഡാണ് ശരിയായ ഉത്തരം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ, അതായത് ഡ്രൈവർ കം OA എന്ന് പറയുന്ന PSC ഇന്ന് നടത്തിയ എക്സാമാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ കീ ആണ്. അപ്പോൾ ഇതിനകത്തെല്ലാം ഏകദേശം എളുപ്പമുള്ള ചോദ്യങ്ങളാണ്. LDC നിലവാരമുള്ള ചോദ്യങ്ങളൊന്നും അങ്ങനെ കാര്യമായിട്ടില്ല. LGS നിലവാരമുള്ള ചോദ്യങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ഇന്നലെ നടന്ന, അതായത് LDCക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർ ഇന്നലെ നടന്ന LDC SRൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് കാര്യമായിട്ടൊന്ന് വിശകലനം ചെയ്യുക. കാര്യം അതുമായിട്ട് ബന്ധപ്പെട്ട അതെല്ലാം കറക്റ്റ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ചാണ് അത് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, റിലേറ്റഡ് ഫാക്ട്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശം അടുത്തിൻ്റെ LDക്ക് വളരെ ഉപകാരപ്രദമാവും. അപ്പോൾ ഇനി ഇതിന് മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സും പിന്നെ നമ്മുടെ പഴയ വീഡിയോസൊക്കെ എടുത്ത് കാണുക. അതിനകത്ത് പഴയ ചോദ്യ പേപ്പറുകളൊക്കെ ഉണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.